എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടും പിങ്ക് മന്ത് എന്നാണ് ഒക്ടോബർ മാസം അറിയപ്പെടുന്നത്. സ്ഥാനാർബുദ ബോധവൽക്കരണത്തിനായി അവബോധത്തിനായി ഈ മാസം ആചരിക്കുന്നതിനാലാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഞാൻ ഡോക്ടർ ദിപിൻ കെ രാജൻ, സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, ജൂബിലി ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അർബുദമാണ് സ്ഥാനാർബുദം. ശസ്ത്രക്രിയാ രംഗത്തും കീമോതെറാപ്പിയിലും വന്ന നൂതന ചികിത്സകളുടെ ഭാഗമായി മാറിടം പൂർണ്ണമായി നീക്കം ചെയ്യാതെ തന്നെ ഈ രോഗം ചികിത്സിക്കാവുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ബിബിൻ ഫ്രാൻസിസ്. ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഓങ്കോളജി, ജൂബിലി ഓഷ്യൻ മെഡിക്കൽ കോളേജ്. ഇന്ത്യയിൽ സ്ത്രീകളിൽ കൂടുതലായി കാണുന്ന അർബുദമാണ് സ്തനാർബുദം. എന്തെല്ലാം ആണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? സ്തനത്തിലുണ്ടാവുന്ന മുഴകൾ, സ്കിൻ അൾസറേഷൻസ്, നിപ്പിൾ ഡിസ്ചാർജ് അല്ലെങ്കിൽ കക്ഷത്തിലുള്ള മുഴകൾ. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നേരത്തെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള സ്റ്റെപ്സ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സ്ഥാനാർബുദം നമുക്ക് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനും പിന്നെ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് മാമോഗ്രാം, അൾട്രാസൗണ്ട്, ഇതുവഴിയും നമുക്ക് നേരത്തെ കണ്ടെത്താൻ സാധിക്കും. നൂതന ചികിത്സാ രീതികളായി നമുക്ക് കീമോതെറാപ്പിയിലും സർജറിയിലും പുതിയ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. മാറിടം മുഴുവനായി റിമൂവ് ചെയ്യാതെ തന്നെ നമുക്കിപ്പോൾ സർജറിയിൽ ലംബ് മാത്രമായി റിമൂവ് ചെയ്തും സർജറി ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, പിന്നെ കീമോതെറാപ്പിയിലും ന്യൂ അഡ്ജുവൻ കീമോതെറാപ്പി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കഴിഞ്ഞ 9 കൊല്ലമായി ജൂബിലിയിലും ഈ ചികിത്സാ രീതികൾ അവലംബിച്ച് രോഗമുക്തി നേടിയവർ ഏറെയാണ്.